എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ആദ്യമായി തന്നെ നേരട്ടെ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വതന്ത്രയായ ദിനമാണ് ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന ദിനമാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ ദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഫലമാണെന്ന് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. 1947 നിന്നും 2024 എത്തി നിൽക്കുമ്പോൾ ഭാരതം വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യ കുതിക്കുന്നു. ചാന്ദ്രയാനും മംഗൾയാനും ആദിത്യ L1 അതിൻ്റെ നേർക്കാഴ്ചകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ ഇല്ലാതാകുന്നു. കൊലപാതകവും കൊള്ളിവെപ്പും സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ യുവാവിന് വേണ്ടി ഒരു നാട് ഒന്നാകെ ഒരുമിച്ചു. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മുടെ പ്രവൃത്തികളിൽ പ്രകടമാകണം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന വാക്യം ഹൃദയത്തിലേറ്റി പറയാൻ നമുക്ക് സാധിക്കണം. അധിനിവേശത്തിന്റെ കാൽച്ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഭാരതം പടുത്തുയർത്തിയത് ഒരു ഏകാധിപത്യ സാമ്രാജ്യമല്ലായിരുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണം എന്ന വ്യവസ്ഥയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ